നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യൻ, കോഴിക്കോട്. നിങ്ങളെല്ലാ ആൾക്കാരെയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഗൽ ഡിസ്കഷൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ് നമ്മളിന്ന് മേജറായിട്ടുള്ള 3 ഡെഫിനിഷൻസ് ആണെന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിയമം വന്ന ശേഷം വരുന്ന മാറ്റങ്ങൾ, നിയമം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖല എന്ന് നമ്മൾ കണ്ടു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ സംബന്ധിച്ച് ഉൾപ്പെടുത്തിയപ്പോൾ വരുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിയമങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് സെൻട്രൽ ഗവൺമെന്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയ്ക്ക് വേണ്ടി പുറപ്പെടുവിപ്പിച്ച ഗൈഡ് ലൈൻസ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് 2016. അതിനുള്ളിൽ 9 മേജർ സെറ്റ് ക്ലോസുകളാണുള്ളത്. അതിനോടനുബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അതിനുള്ളിൽ 10 ക്ലോസ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഗൈഡ് ലൈൻസിന്റെ ആദ്യത്തെ ക്ലോസ് പറയുന്നത് ഡെഫിനിഷനെ സംബന്ധിച്ചാണ്. ആ ഡെഫിനിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഹു ഈസ് എ ഡയറക്ട് സെല്ലർ എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലറിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഡെഫിനിഷനിൽ കണ്ടു. ആ ഡെഫിനിഷനിൽ നമ്മൾ സ്വയം വിലയിരുത്തുക, ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനിഷനുള്ളിൽ വരുമോ, ആ നിർവചനത്തിനുള്ളിലെ ഡയറക്ട് സെല്ലർ ആകുമോ ഇല്ലയോ എന്നുള്ളത്. ആ ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ഡയറക്ട് സെല്ലർ ഈസ് എ പേഴ്സൺ authorized or appointed directly or indirectly by a direct selling entity through a legally enforceable written contract to undertake direct selling business on principle to principle base. ഈ ബിസിനസിന്റെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ഡയറക്ട് സെല്ലർ എന്നുള്ള ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനിൽ നമ്മൾ കണ്ട ആ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യണം, എങ്കിൽ മാത്രമേ അദ്ദേഹം ഒരു ക്വാളിഫൈഡ് ഡയറക്ട് സെല്ലർ ആവുകയുള്ളൂ. ഒരു ക്വാളിഫൈഡ് ഡയറക്ട് സെല്ലേഴ്സിന് മാത്രമേ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഡയറക്ട് സെല്ലറായിട്ട് കണക്കാക്കില്ല. അദ്ദേഹം ഡയറക്ട് സെല്ലറായിട്ട് കണക്കാക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ എന്താണ് നിയമത്തിന്റെ മുമ്പിൽ കാണാൻ വെച്ചാൽ അദ്ദേഹം ഉണ്ടാക്കുന്നതെല്ലാം ചീറ്റിംഗ് ബിസിനസ് ആയിട്ടും, അദ്ദേഹം ഉണ്ടാക്കുന്നതെല്ലാം പ്രൈസ് ഫിക്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ടിന്റെ കീഴിൽ ഉൾപ്പെടുത്താവുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ പ്രൈസ് ഫിക്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട് സെക്ഷൻ 2C എന്താണ് മണി സർക്കുലേഷൻ സ്കീം എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഡെഫിനേഷനുള്ളിൽ വന്നു കഴിഞ്ഞാൽ വരുന്ന കോൺസിക്വൻസ്, അതിന്റെ പരിണിത ഫലങ്ങൾ വളരെ വളരെ അപകടം നിറഞ്ഞതാണ്. നമുക്കറിയാം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മേലെല്ലാം ചുമത്തിയിരിക്കുന്ന കുറ്റം ഈ സെക്ഷൻ 2C ഓഫ് പ്രൈസസ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട് ആണ്. ധാരാളം കേസുകൾ ഞാൻ അതിനെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് അത്. അതിൽ അകപ്പെട്ട ആൾക്കാർക്ക് അറിയാമോ എത്രമാത്രം ഗൗരവമുള്ളതാണ് ഒരു സെക്ഷനാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിയമപരമായിട്ടുള്ള അല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നെങ്കിൽ നിയമത്തിന്റെ പിടിയിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ വളരെ വിഷമകരമാണ്. അതല്ലെങ്കിൽ ധാരാളം നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 100 വട്ടം ആലോചിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഇന്ന് ഗവൺമെന്റ് ഒരു വര വരച്ചിട്ടുണ്ട്, ആ വരയ്ക്ക് അപ്പുറം പോകരുത്. എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നും എന്താണ് മണി ചെയിൻ എന്നും വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് വരച്ചിട്ടുണ്ട്. ആ വരച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇന്ന് ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ്. ഈ ഗൈഡ് ലൈൻസ് വിട്ടിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വേറെ ക്രിമിനൽ ഒഫൻസ് ആയി മാറും. അപ്പൊ അതിനുള്ളിൽ ഡയറക്ട് സെല്ലർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ്. നമ്മളത് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ഡയറക്ട് സെല്ലറുടെ ഡെഫിനിഷൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട വേറൊരു വേർഡാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ്? എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ആരാണ് ഡയറക്ട്, അല്ലെങ്കിൽ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റി? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. നമ്മളും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും തമ്മിൽ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം, ലീഗലി എൻഫോഴ്സബിൾ റിട്ടേൺ കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. ആ ലീഗലി എൻഫോഴ്സബിൾ റിട്ടേൺ കോൺട്രാക്റ്റിൽ കൂടിയാണ് ഈ ഡയറക്ട് സെല്ലറും ഈ ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റിയും ആയിട്ട് ബന്ധപ്പെടുന്നത്.
ഇവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഈ കരാറിനെ ബേസ് ചെയ്തിട്ടാണ്. ആ കരാറ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾ ഡയറക്ട് സെല്ലർ ആണെങ്കിൽ ആ കമ്പനിയുടെ കരാർ നിങ്ങൾ വായിച്ചു നോക്കണം. അതല്ല നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയുടെ കരാറിന്റെ കോപ്പി നിങ്ങൾ വാങ്ങണം, അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കണം, അത് നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കുക അതിൻ്റെ അകത്ത് ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ, ലോഫുൾ കൺസിഡറേഷൻ ആണോ, ആ ലീഗൽ ആണോ, അതിൻ്റെ പാർട്ടീസ് ലീഗൽ ആണോ, അത് ഗൈഡ് ലൈൻസ് പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, എങ്കിൽ മാത്രമേ നിങ്ങൾ അതിനുള്ളതായിട്ട് മുന്നോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾ എത്ര വലിയ ആളായിക്കോട്ടെ നിങ്ങൾ മുന്നോട്ട് പോകരുത്. കാരണം വെച്ചാൽ ഇത് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. നമ്മൾ വേണം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ. നമ്മുടെ കൂടെ ചിരിക്കാനും എല്ലാ ആൾക്കാരുണ്ടാവും, പക്ഷെ നമ്മുടെ കൂടെ കരയാൻ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ അവരെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ 100 വട്ടം ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരു കമ്പനി തിരഞ്ഞെടുക്കാൻ. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന എന്റെ ചെറിയൊരു ഉപദേശം. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡയറക്ട് സെല്ലർ നമ്മൾ മനസ്സിലാക്കി. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് കമ്പനിയും ഡയറക്ട് സെല്ലറും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ട് ഏർപ്പെട്ട ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യാൻ പറ്റാം. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്ലോസ് 1 സബ് ക്ലോസ് 6 ക്ലോസ് 1 സബ് ക്ലോസ് 6 ആണ് ഡയറക്ട് സെല്ലിംഗിനെ പറ്റി പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡയറക്ട് സെല്ലിംഗ് നിങ്ങളുടെ കയ്യിൽ ഗൈഡ് ലൈൻസിന്റെ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എടുത്ത് നോക്കുക എന്താണ് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറഞ്ഞാൽ. ഞാൻ വായിക്കാം, നിങ്ങൾ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി വായിക്കാം. നിങ്ങൾ അത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പഠിക്കും. ഇതിനുള്ളിൽ എന്താ പറയുക? ഡയറക്ട് സെല്ലിംഗ് മീൻസ് മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിംഗ് ഓഫ് സർവീസസ് ആസ് എ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് അതർ ദാൻ അണ്ടർ എ പിരമിഡ് സ്കീം. വളരെ വ്യക്തമായിട്ട് ഇതിനുള്ള പറഞ്ഞിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞു തരാം. പ്രൊവൈഡഡ് അതിനൊരു കണ്ടീഷൻ പറയുന്നുണ്ട് പ്രൊവിഷനിൽ. പ്രൊവൈഡഡ് ദാറ്റ് സച്ച് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് occurs otherwise than through a permanent retail location to the consumers, generally in their houses or at their workplaces, or through explanation and demonstration of such goods or services at a particular place. ഈ ബിസിനസിന്റെ മുഴുവൻ അതിനുള്ളിൽ കാണും. ഈ ബിസിനസ് ശരിയായ രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടത് മുഴുവൻ അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കുക. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഡയറക്ട് സെല്ലിംഗ് മീൻസ് അർത്ഥമാക്കുന്നത് എന്താ? സെയിൽ. ഒന്നാമത്തെ 3 കാര്യങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗ് പെർമിഷൻ ഉള്ളൂ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം വെച്ചാല് മാർക്കറ്റിംഗ്. രണ്ടാമതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത് പറയാൻ വെച്ചാൽ സെയിൽ. 3 ആക്ടിവിറ്റീസിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. വേറൊരു ആക്ടിവിറ്റീസിന് പെർമിഷൻ. ഏതൊക്കെയുള്ളത്? മാർക്കറ്റിംഗ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ സെയിൽ. എന്തിൻ്റെത്? അത് വളരെ ഇമ്പോർട്ടന്റ്. സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ഓർ സർവീസസ്. ഈ 3 പെർമിഷൻ ഉള്ളൂ. മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. മനസ്സിലായല്ലോ? ഈ 3 കാര്യങ്ങൾക്കല്ലാതെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഡയറക്ട് സെല്ലിംഗ് എന്താണ്? ഗുഡ്സ്, എന്താണ് സർവീസസ്? അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസ് ഉള്ളത്? ഗുഡ്സിനെ സംബന്ധിച്ച് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് പറയുന്നത്. സെക്ഷൻ 2(7) ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ. സെക്ഷൻ 2(7) ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ പറ്റി പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സിനെ പറ്റി പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് സെക്ഷൻ 2(7) ആണ് സെയിൽ ഓഫ് ഗുഡ്സിനെ പറ്റി പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന സർവീസസ് ആണ് ഇതിനുള്ളിൽ സർവീസ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ മേജറായിട്ട് ഡീൽ ചെയ്യുന്നത് ഗുഡ്സിനെ സംബന്ധിച്ചാണ്. ഗുഡ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗുഡ്സിനെ സംബന്ധിച്ച് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഗുഡ്സ് മീൻസ് every kind of movable property other than actionable claim and money. Every kind of movable property other than actionable claim and money, and includes stocks, shares, growing crops, grass and things attached to or forming part of land which are agreed to be served before sale or under the contract of sale. ഇതാണ് ഗുഡ്സിനെ പറ്റിയുള്ള ഡെഫിനിഷൻ. അതിനകത്ത് നമുക്ക് വേണ്ട ഭാഗം നമ്മൾ എടുക്കാം.
ഗുഡ്സ് മീൻസ് every kind of movable property. എന്താണ് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം. ഇനി എന്ത് പാടില്ല, എന്താണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അതർ ദാൻ ആക്ഷണബിൾ ക്ലെയിം. ആക്ഷണബിൾ ക്ലെയിം പറ്റില്ല. പിന്നെ മണി പറ്റില്ല. ആക്ഷണബിൾ ക്ലെയിം എന്ന് വെച്ചാൽ നമുക്ക് കോടതിയിൽ കൂടെ പോയി നമ്മുടെ ക്ലെയിം സ്ഥാപിച്ചെടുക്കുന്ന ഒരു അവകാശത്തെ നമ്മൾ ആക്ഷണബിൾ ക്ലെയിം പറയും. ഇപ്പൊ ഞാനൊരു ലാൻഡ് ലോഡാണ്, എനിക്ക് റെന്റ് കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തു, ആ പൈസ ഡോക്യുമെന്റ് പ്രകാരമാണ് കൊടുത്തത്, അതെനിക്ക് തിരിച്ചു കിട്ടണം. എന്റെ ആ ക്ലെയിം ഞാൻ ലീഗൽ ആക്ഷനിൽ കൂടെ എടുക്കുന്ന ആ പ്രവൃത്തിയെ പറ്റി ഞാൻ പറഞ്ഞു. അതും ഗുഡ്സിന്റെ ഡെഫിനേഷനിൽ വരുന്നില്ല. അത് ഇവിടെ വരുന്ന അതർ ദാൻ മണി. കറൻസി മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്, മണി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മണി ഗുഡ്സിന്റെ ഉള്ളിൽ വരില്ല. അപ്പൊ ഏതെല്ലാം സാധനങ്ങളാണ് ഡയറക്ട് സെല്ലിംഗിൽ വരിക? അപ്പം മണി എന്നുള്ളത് നമുക്കറിയാം, ധാരാളം ആൾക്കാർ മണി റിലേറ്റഡ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇല്ലീഗൽ, നിയമവിരുദ്ധമാണ്. കാരണം വെച്ചാൽ മണി ഗുഡ്സ് അല്ല, മണി ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ വരുന്നതല്ല. ഗുഡ്സിന്റെ ഡെഫിനിഷനിൽ വരുന്നത് മാത്രമേ എന്താവുള്ളൂ, ഡയറക്ട് സെല്ലിംഗിൽ പെർമിഷൻ ഉള്ളൂ. അപ്പം ഇവിടെ എ കോയിൻ, ബി കോയിൻ, സി കോയിൻ, ധാരാളം കോയിൻസ് ഇന്ന് അതൊരു പ്രോഡക്റ്റ് ആയിട്ട് ഡയറക്ട് സെല്ലിംഗിൽ കൂടെ ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. ഇത് 100% നിയമവിരുദ്ധമാണ്. ഗവൺമെന്റിന് അതിനുള്ളിൽ നിയമ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻസ് ഈ നാട്ടിലുണ്ട്. അപ്പൊ ആ രീതിയെ പറ്റി ഞാൻ പിന്നീട് പറയാം, ഇതിന് ശേഷം ഞാൻ പറയാം. അപ്പൊ മണി ഒരു പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് സ്പെഷ്യൽ ലൈസൻസ് വേണം. ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ മാറിയാൽ അവിടെ മണി അവർക്കൊരു പ്രോഡക്റ്റ് ആണ്, പ്രോഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു, അതിന് സ്പെഷ്യൽ ലൈസൻസ് വേണം. അത് ഫോറിൻ എക്സ്ചേഞ്ച് റൂൾസ് റെഗുലേഷൻസിലൊക്കെ വരുന്നതാണ്. അത് ഇവിടെ ബാധകമല്ല. ഇവിടെ സംബന്ധിച്ചിട്ട് നോർമൽ മൂവബിൾ പ്രോപ്പർട്ടി, മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി, ചലിപ്പിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവബിൾ പ്രോപ്പർട്ടി. പിന്നെ അപ്പോൾ ചോദിക്കുക, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇതിനുള്ളിൽ പറ്റുമോ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ പറ്റുള്ളൂ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ പറ്റില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡയറക്ട് സെല്ലിംഗിന്റെ ഭാഗമല്ല. അപ്പൊ ലാൻഡ്, ഫ്ലാറ്റ്, ഈ മറ്റുള്ള ബിൽഡിങ്സ്, അതല്ലെങ്കിൽ അവിടെ എന്താ പറഞ്ഞ ഇത്ര മരം നട്ടു കാര്യങ്ങളെല്ലാം, ഇതൊന്നും എന്താണ് ഈ മൂവബിൾ പ്രോപ്പർട്ടി അല്ല. മൂവബിൾ പ്രോപ്പർട്ടി അല്ലാത്തത് കൊണ്ട് അത് എന്തിന്റെ കീഴിൽ വരില്ല, ഈ ബിസിനസിന്റെ കീഴിൽ വരില്ല. അപ്പൊ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ധാരാളം ആൾക്കാർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ ലാൻഡ് വിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇല്ലീഗൽ, മൂവബിൾ പ്രോപ്പർട്ടി അല്ല. അപ്പൊ അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൂടെ വിൽക്കാൻ പാടില്ല. അപ്പൊ മനസ്സിലായല്ലോ. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 27 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് പറയുന്നത്. അപ്പൊ ഈ എന്തിനാ ചേർക്കുക, മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്, ദെൻ സെയിൽ ഓഫ് ഗുഡ്സ്, ഇതാണ് ഇവിടെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമുക്ക് നോക്കാം. ഗുഡ്സ് ഓർ സർവീസസ് ആസ് എ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഏതിന്റെ പാർട്ടാണ്? നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഇത് ഏതിന്റെ പാർട്ടായിരിക്കണം? നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിന്റെ പാർട്ടായിരിക്കണം. നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു ക്ലോസ് ആണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഈ സെയില് കാര്യങ്ങളെല്ലാം നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടിയാണ് വിൽക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ലീഗൽ. ഇനി അതർ ദാൻ പിരമിഡ് സിസ്റ്റം, ഈ സാധനങ്ങൾ പിരമിഡിൽ കൂടി വിൽക്കുന്നെങ്കിലോ, ഇതൊരു പിരമിഡ് സിസ്റ്റത്തിൽ കൂടി വിൽക്കുന്നെങ്കിലോ, സ്കീമിൽ കൂടി വിൽക്കുന്നെങ്കിലോ, ദാറ്റ് ഈസ് ഇല്ലീഗൽ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റ് വെച്ചാൽ, നിങ്ങൾ എന്ത് വിൽക്കുന്നു എന്നത് മാതിരി തന്നെ പ്രസക്തിയുണ്ട്. എങ്ങനെ വിൽക്കുന്നു, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ വിൽക്കുന്ന സാധനം എന്താണെന്ന് നമ്മൾ കണ്ടു. ഡയറക്ട് സെല്ലിംഗിൽ കൂടെ വിൽക്കേണ്ട ഉൽപ്പന്നങ്ങൾ വെച്ചാൽ മൂവബിൾ പ്രോപ്പർട്ടി മാത്രമേ പറ്റുകയുള്ളൂ. പണം അതിനുള്ളിൽ വരില്ല. അങ്ങനെ വിൽക്കുന്നത് എതിലൂടെ വിൽക്കണം? ത്രൂ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് അതർ ദാൻ പിരമിഡ് സിസ്റ്റം. ഈ പ്രോഡക്റ്റ് പിരമിഡ് സിസ്റ്റത്തിൽ കൂടെ വിൽക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ. പിരമിഡ് സിസ്റ്റത്തിൽ കൂടെ വിൽക്കുന്നെങ്കിൽ അതെന്താണ്? മണി സർക്കുലേഷൻ സ്കീമായിട്ട് കാണും.
അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ നമ്മൾ ഏതിൽ കൂടിയാണ് വിൽക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത്. ഡയറക്റ്റ് സെല്ലിംഗ്, നെറ്റ്വർക്ക് ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ്, അതേമാതിരി തന്നെ എന്താണ് പിരമിഡ് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ സെക്ഷൻ 2C എന്താണ് പറയുന്നത്, പ്രൈസ് ഫിക്സ് മണി സർക്കുലേഷൻ സ്കീമിന്റെ സെക്ഷൻ 2C പറയുന്നത് എന്താണ് പിരമിഡ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. സെക്ഷൻ 2C മനസ്സിലാക്കുക. സെക്ഷൻ 2C പ്രൈസ് ഫിക്സ് മണി സർക്കുലേഷൻ, സെക്ഷൻ 2C ഓഫ് പ്രൈസ് ഫിക്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട് 1978. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഈ സെക്ഷൻ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. ഈ സെക്ഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ച് അതിൽ നിന്നിട്ട് മാറി നിന്നില്ലെങ്കിൽ വലിയ അപകടം. ഇതൊരു വളരെ അപകടം പിടിച്ച ഒരു പാലമാണ് ഏത്, സെക്ഷൻ 2C. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെക്യൂർഡ് ആയിട്ട് പോകണമെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു പാലത്തിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക, അല്ലെങ്കിൽ ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുക. മറ്റത് വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ സെക്ഷൻ 2C മണി സർക്കുലേഷൻ സ്കീമിൽ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് വെരി വെരി ഡേഞ്ചറസ്. അപ്പൊ നമ്മൾ പോകുന്ന വഴി ഏത്, 1/6 പ്രകാരമുള്ള നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടിയാണ് നമ്മൾ പോകുന്ന വഴിയെങ്കിൽ ഇറ്റ് ഇസ് സേഫ്. നിങ്ങൾ പോകുന്ന വഴി പ്രൈസ് ഫിക്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട് സെക്ഷൻ 2C പ്രകാരമുള്ള വഴിയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്, വളരെ ഡേഞ്ചറാണ്. അപ്പൊ ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കലാണ് ഒരു ഡയറക്ട് സെല്ലർ ആദ്യം മനസ്സിലാക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ കൂടെ നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് കരിയറായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ഒരു റെഗുലർ പാസീവ് ഇൻകം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ഡ്രീംസ് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒരു റോയൽറ്റി ടൈപ്പ് ഓഫ് ഇൻകം നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ലീഗലായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട വഴി നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇതാണ് സെക്ഷൻ ക്ലോസ് 1 സബ് ക്ലോസ് 6 പറയുന്നത്. അതല്ല നിങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ലീഡർമാര് അല്ലെങ്കിൽ അവരിവരൊക്കെ വന്ന് എന്തെങ്കിലും പറഞ്ഞ് 1 വെച്ച് 2 കിട്ടും, 2 വെച്ച് 4 കിട്ടും, വെറുതെ ഇരുന്ന കാശ് കിട്ടും എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ടൈപ്പുള്ള പിരമിഡ് സിസ്റ്റം സെക്ഷൻ 2C പ്രൈസ് ഫിക്സ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ടിൽ വരുന്ന പിരമിഡ് സിസ്റ്റം പ്രകാരമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡേഞ്ചർ. ഡയറക്ട് സെല്ലർ ഇത് രണ്ടും മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണ് സെക്ഷൻ 2C പറയുന്നത്. സെക്ഷൻ 2C പറയുന്നതാണ് വളരെ ക്ലിയർ ആയിട്ട് സെക്ഷൻ 2C പറയുന്നുണ്ട്. മണി സർക്കുലേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? Money circulation scheme means any scheme, whatever name called, any scheme. Scheme എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിക്ഷണറി നോക്കാൻ നമുക്ക് 2 മീനിങ് കാണാൻ കഴിയും. ഒരു മീനിങ് ഒരു പദ്ധതി, ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ കാണും. മറ്റൊരു മീനിങ് ചില ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന രീതിയും സ്കീം എന്നാ പറയാം. അപ്പൊ എനി സ്കീം ഇവിടെ നെഗറ്റീവ് ട്രെൻഡിലാണ് ഇതിനാണ് ഉപയോഗിച്ചത്. എനി സ്കീം ആൾക്കാരെ പറ്റിക്കുന്ന ഏത് സ്കീമും ആയിക്കോട്ടെ, ഏത് പേര് വേണമെങ്കിലും വിളിച്ചോ, എനി സ്കീം ബൈ വാട്ട് എവർ നെയിം കോൾഡ് ഫോർ മേക്കിംഗ് ക്വിക്ക് ഓർ ഈസി മണി. അപ്പം എനി സ്കീം ഫോർ മേക്കിംഗ് ക്വിക്ക് ഓർ ഈസി മണി. ഇവിടെ ലക്ഷ്യം എന്താ? ഫോർ മേക്കിംഗ് quick or easy money. Quick or easy money. Quick or easy money എങ്ങനെയാണ്? On any event or contingency. On any event or contingency. Or any event or contingency relative or applicable to relative or applicable to enrollment of members into this scheme.
ഇതാണ് സെക്ഷൻ 2C പറയുന്നത്. വളരെ വ്യക്തമായിട്ടാണ് അതിനുള്ളിൽ പറയുന്നത്. എനി സ്കീം, ഏത് പേര് നിങ്ങൾ ഇട്ട് വിളിച്ചോ, ഇന്ന ഫണ്ടെന്നോ ആ ഫണ്ടെന്നോ ചാരിറ്റി ഫണ്ടെന്നോ അതല്ലെങ്കിൽ മറ്റൊരുത്തരെ സഹായിക്കുന്ന ഫണ്ടെന്നോ എന്ത് വേണം, ഇന്ന് മാർക്കറ്റിൽ കാണാം. ഇന്ന് മാർക്കറ്റിൽ ആൾക്കാരെ സഹായിക്കാൻ ചാരിറ്റി എന്താ പറഞ്ഞ ധാരാളം സംഘടനകൾ വന്നിരിക്കുകയാണ്. ഞാനൊരു കമ്പനിയുടെ പേര് പറയുന്നില്ല. അവരുടെ ലക്ഷ്യത്തിൽ നിന്നെ സഹായിക്കുക, അതിനൊരു പേര് ഇട്ടിട്ടുണ്ട്, ഇന്ന ഫണ്ടിങ്, ക്രൗഡ് ഫണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഇറ്റ് ഈസ് ഇല്ലീഗൽ. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കുക. എനി സ്കീം വാട്ട് എവർ നെയിം കോൾഡ് ഫോർ മേക്കിംഗ് ഈസി ആൻഡ് ക്വിക്ക് മണി. ഫണ്ടിൽ എന്താ നടക്കുന്നത്? നീ ജോയിൻ ചെയ്താൽ മതി. ഞാനൊരു ചാരിറ്റി ഓർഗനൈസേഷൻ, പല ആൾക്കാരും വിചാരിച്ച ചാരിറ്റി ഓർഗനൈസേഷൻ എന്ത് ചെയ്യാന്നാ. പറ്റില്ല. ലിഫ്റ്റിംഗ് ഓഫ് വെയിൽ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം? ചാരിറ്റി കൊടുക്കുന്നവൻ കാശുണ്ടാക്കാനാണോ ചാരിറ്റി കൊടുക്കുന്നത്? കാശ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ചാരിറ്റി ചെയ്യുക. ഇവിടെ പല ആൾക്കാരും ഇന്ന് ചാരിറ്റി ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു മറവിൽ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് അവൻ സ്വന്തം കാശുണ്ടാക്കുക. അതല്ല ചാരിറ്റി. ചാരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളെ സഹായിക്കണം, എനിക്കുള്ളതിൽ നിന്ന് ഞാൻ കൊടുക്കുന്നു. ഇവിടെ ചാരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് മണി ചെയ്യാണ് നടത്തുന്നത്. ഈ ക്ലോസ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എനി സ്കീം, ഏത് പേരിട്ട് നിങ്ങൾ ഓമന പേരിട്ട് വിളിച്ചോ, നോ പ്രോബ്ലം. എനി സ്കീം ഫോർ മേക്കിംഗ് ഈസിയർ ക്വിക്ക് മണി, ഫോർ മേക്കിംഗ് ഈസിയർ, പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഏത് സ്കീമും ഓൺ എനി ഈവന്റ് ഓർ കണ്ടിജൻസി, എന്തെങ്കിലും സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആ സമയത്താണെങ്കിലും കുഴപ്പമില്ല. റിലേറ്റീവ് ഓർ ആപ്ലിക്കബിൾ ടു എൻറോൾമെന്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ സ്കീം. അതായത് ഈ സ്കീമിൽ ആരെങ്കിലും ആൾക്കാർ ജോയിൻ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്കീമിനെ മണി ചെയിൻ സിസ്റ്റം അല്ലെങ്കിൽ പറയുക മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ട്, ബാനിങ് എന്ന് പറയാം, മണി സർക്കുലേഷൻ സ്കീം എന്ന് പറയാം. മണി സർക്കുലേഷൻ സ്കീം, ഈ സ്കീം ബാൻ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ജോയിൻ ചെയ്യിക്കുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ പല കേസുകളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖലയിൽ വന്നപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഡിഫറൻസ് ആണ്. ഈ ഗൈഡൻസ് ഇല്ലായിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ഒരാൾ ജോയിൻ ചെയ്ത് അദ്ദേഹം ജോയിൻ ചെയ്യുന്നതിന് പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടോ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് മുഖേനയോ എനി ഈവന്റ് ഓർ കണ്ടിജൻസി, ജോയിൻ ചെയ്യുന്ന ഈവന്റിലോ അതിനോടനുബന്ധിച്ചോ മോളിലേക്ക് ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മണി സർക്കുലേഷൻ സ്കീമിൽ ഡിഫിനിഷനിൽ പെടുത്താൻ പറ്റും. അത് മുഖേനയായിരുന്നു ഈ കേസുകൾ മുഴുവൻ എടുത്തത്. ഇവിടെ ഗവൺമെന്റ് എന്താ ചെയ്തത്? ആ ഡെഫിനിഷൻ ക്ലോസ് ബാൻ റിപ്പീൽ ചെയ്യാതെ പുതിയ ഒരു ക്ലോസ് കൊണ്ടുവന്നു. ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിൽ ജെനുവിൻ ആയിട്ടുള്ള കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗിലുള്ള ജെനുവിൻ കമ്പനികൾ എങ്ങനെയുള്ളത്? അവരുടെ ഇൻവോൾവ്മെന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ദേ മാർക്കറ്റ് ദ പ്രോഡക്റ്റ്, ദേ ഡിസ്ട്രിബ്യൂട്ട് പ്രോഡക്റ്റ്, ദേ സെയിൽ പ്രോഡക്റ്റ്. ഈ 3 ആക്ടിവിറ്റീസ്, സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുകയോ വിതരണം ചെയ്യുകയോ വിൽപ്പന ചെയ്യുകയോ ചെയ്യുന്ന യഥാർത്ഥ കമ്പനികളെ സംരക്ഷിക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നേ. ഈ പ്രിൻസിപ്പിള് നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ ആണ്. അത് സെക്ഷൻ പറയുന്ന വെച്ചാൽ 1 സബ് ക്ലോസ് 5 ആണ് പറയുന്നത്. നാളെ പഠിക്കും. അപ്പോൾ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടെ നടത്തുന്ന ബിസിനസ്സുകൾക്ക് മാത്രമേ സംരക്ഷണമുള്ളൂ. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ അതെന്ത് വരും? പിരമിഡ് വരും, സെക്ഷൻ 2C വരും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ ആരുണ്ടായിരിക്കണം? ഡയറക്ട് സെല്ലർ ഉണ്ടായിരിക്കണം. ഡയറക്ട് സെല്ലേഴ്സിന്റെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയാ? നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാം. അപ്പോൾ ഡയറക്ട് സെല്ലേഴ്സിന്റെ നെറ്റ്വർക്കിൽ കൂടെ വിൽക്കുന്ന സാധനങ്ങളും സേവനങ്ങളും, മാർക്കറ്റ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും, വിതരണം ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങൾക്കും നിയമത്തിന്റെ പരിരക്ഷയുണ്ടായിരിക്കും. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലേഴ്സിൽ കൂടി അല്ലാതെയാണ് സാധനങ്ങൾ വിപണനം ചെയ്യുകയോ വിതരണം ചെയ്യുകയോ വിൽപ്പന ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടായിരിക്കില്ല. അത് സെക്ഷൻ 2C 56 മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആക്ടിന്റെ കീഴിൽ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നടപടി എടുക്കാനുള്ള അവകാശം. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം.
നിങ്ങൾ ചെയ്യുന്നത് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ആണോ, നിങ്ങൾ ചെയ്യുന്നത് പിരമിഡ് സ്കീമാണോ? മനസ്സിലായല്ലോ. അപ്പൊ പിരമിഡിനെ പറ്റി പറയുന്നത് സെക്ഷൻ 2C പ്രൈസ് മണി സർക്കുലർ സ്കീം ബാനിങ് ആക്ട് ആണ്. അതിനുള്ളിൽ പറയുന്നത് എന്നെ സ്കീം വാട്ട് എവർ നെയിം കോൾഡ്, എന്ത് ഓമനെ പേരിട്ട് വിളിച്ചാലും പ്രശ്നമില്ല, ആരും നടത്തിയാലും പ്രശ്നമില്ല. അതിന്റെ എങ്ങനെയായിട്ടാണ് ലക്ഷ്യം? ഫോർ മേക്കിംഗ് ഈസി ഓർ ക്വിക്ക് മണി, പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ട ഏത് പദ്ധതി ആര് നടത്തിയാലും ഏത് പേരിൽ നടത്തിയാലും അത് ആൾക്കാർ ആ സ്കീമിലേക്ക് ജോയിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായുള്ള മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് പിരമിഡാണ്. ആ പിരമിഡ് പ്രൈസ് മണി സർക്കുലർ സ്കീം ബാനിങ് ആക്ടിൽ ബാൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരാൾ ജോയിൻ ചെയ്തിട്ട് മോളിൽ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അവര് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിന്റെ ഡെഫിനേഷൻ വരുന്ന ആൾക്കാരാണെങ്കിൽ അത് പിരമിഡ് അല്ല. മനസ്സിലായല്ലോ? ഈ ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെ ലിങ്ക് ചെയ്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ്? നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. അത് നമ്മൾ നാളെ പഠിക്കും. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്താണ്? നെറ്റ്വർക്ക് ഡയറക്ട് സെല്ലിംഗിന് ആരാണ് വേണ്ടത്? നെറ്റ്വർക്ക് ഡയറക്ട് സെല്ലിംഗിന് ആ എക്സംഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ളിൽ നമ്മൾ ആദ്യം പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. ഏതാണ്? ദാറ്റ് ഈസ് എ ഡയറക്ട് സെല്ലർ. ഹൂ ഈസ് എ ഡയറക്ട് സെല്ലർ എന്നുള്ളത് ആ ഡെഫിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെഫിനേഷൻ ആണ്. അത് ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങൾ മനസ്സിൽ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ ധ്യാനിക്കുക, പഠിക്കുക, നിങ്ങൾ എപ്പോഴും അത് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡയറക്ട് സെല്ലർ ഈസ് എ പേഴ്സൺ authorized or appointed directly or indirectly by a direct selling entity through a legally enforceable written contract to undertake direct selling business on principal to principal basis. ഇതാണോ ഞാൻ? ഇങ്ങനൊരു സ്റ്റാറ്റസ് ആണോ എനിക്കുള്ളതെങ്കിൽ നിങ്ങൾ മുഖേന ആര് ഇതിനുള്ളിൽ ജോയിൻ ചെയ്താലും, നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വിറ്റാലും, ആര് ജോയിൻ ചെയ്താലും നിങ്ങൾ പ്രൈസ് മണി സർക്കുലേഷൻ സ്കീം ആക്ടിന്റെ കീഴിൽ വരില്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനാണുള്ളത്. അല്ലാത്ത ഡെഫിനിഷൻ പ്രകാരം അല്ലെങ്കിൽ അത് മുഴുവൻ പിരമിഡിനുള്ളിൽ വരും. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് മുഴുവൻ സെക്ഷൻ 2Cയുടെ കീഴിൽ വരും. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ഡിഫറൻസ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് തമ്മിൽ പ്രൈസ് മണി സർക്കുലേഷൻ സ്കീം ആക്ടിലെ മണി സർക്കുലർ സ്കീമും നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. മണി സർക്കുലർ സ്കീം ബാനിങ് ആക്ടിലെ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്കീമാണ്. അത് ഏത് പേര് എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിരിച്ചാൽ ഫോർ മേക്കിംഗ് ക്വിക്ക് ഓർ ഈസി മണി, പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചാരിറ്റിയുടെ പേര് പറഞ്ഞാലും ക്രൗഡ് ഫണ്ടിന്റെ പേര് പറഞ്ഞാലും ഒന്നും അതിന് ലീഗൽ സാങ്ക്ടിറ്റി ഇല്ല. 100% ശരി, 100% അത് പ്രൈസ് മണി സർക്കുലർ സ്കീം ബാനിങ് ആക്ടിന്റെ കീഴിൽ വരും. ഇന്ന് പല ആൾക്കാരും ചാരിറ്റി ചെയ്യാൻ സോഷ്യൽ ചാരിറ്റീസ് ഓർഗനൈസേഷൻ ചെയ്യാം. അത് ഈ രീതിയിലല്ല. ഇവിടെ പല ആൾക്കാരും ക്രൗഡ് ഫണ്ട് മാതിരിയുള്ള ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന വെച്ചാല് ഞാൻ ഒരു 10,000 രൂപ ഞാൻ ഫണ്ട് കൊടുക്കുന്നു, അത് 4 പേരെ സഹായിക്കാനെന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം വെച്ചാൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ. എനിക്ക് പൈസ ഉണ്ടാക്കാനാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. ആ നിയമത്തിന് മുമ്പ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെൽത്ത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാകും. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇറ്റ് ഈസ് എ സ്കീം. അതിൽ താഴെ ആൾക്കാർ പൈസ കിട്ടാൻ വേണ്ടിയാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് പല ആൾക്കാരുടെ പൈസനെ ഡിവൈഡ് ചെയ്ത് പോലെ ഇറ്റ് ഈസ് എ സ്കീം. ആ സ്കീം എന്തിനു വേണ്ട? മേക്കിംഗ് ഈസി ഓർ ക്വിക്ക് മണി. അതെങ്ങനെ? ഓൺ എനി ഇവന്റ് ആൾക്കാർ ജോയിൻ ചെയ്യുന്നതനുസരിച്ച് അവർക്ക് വരുമാനം കിട്ടുന്നു. ഏതിനെ ബേസ് ചെയ്തിട്ട്? എൻറോൾമെന്റ് ഓഫ് മെമ്പേഴ്സ് ഇൻ ദ സ്കീം. ആ സ്കീമിലേക്ക് ആൾക്കാർ ജോയിൻ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്, അതിലുള്ള വരുമാനം കിട്ടുന്നത്. അതുകൊണ്ട് അതൊരു സ്കീമാണ്. പ്രൈസ് മണി സർക്കുലേഷൻ സ്കീം ബാനിങ് ആൻഡ് സെക്ഷൻ 2C അതിനുള്ളിൽ ആപ്ലിക്കബിൾ ആണ്. പോലീസിന് അതിനുള്ളിൽ നടപടി എടുക്കാം. പക്ഷേ നിങ്ങൾ ഒരു സാധനങ്ങളോ സേവനങ്ങളോ നിങ്ങൾ അത് വിപണനം ചെയ്യുകയോ വിൽപ്പന ചെയ്യുകയോ ചെയ്യുന്നത് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടിയാണെങ്കിൽ നിങ്ങൾ ഈ പിരമിഡിന്റെ സ്കീമിൽ വരില്ല. ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമ്മൾ അതിന്റെ പ്രൊവൈസോ കൂടെ നോക്കുക. എന്താണ് ഡയറക്ട് സെല്ലിംഗിന്റെ പ്രൊവൈസോ പറയുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി സാധനങ്ങൾ ഏതൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഡയറക്ട് സെല്ലിംഗിൽ എന്തൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കി. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി പ്ലേസ് ഓഫ് സെല്ലിംഗ് എവിടെ വേണം കൊടുക്കാൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. പ്ലേസ് ഓഫ് എവിടെയാണ് ഈ പ്രോഡക്റ്റ് കൊടുക്കേണ്ടത്? പ്ലേസ് ഓഫ് സെയിൽ
എല്ലായിടത്തും കൊണ്ടുപോയിട്ട് നെറ്റ്വർക്കിൽ കൂടെയുള്ള പ്രോഡക്റ്റ് വിൽക്കാൻ പാടില്ല. പ്ലേസ് ഓഫ് സെയിലിൽ വളരെ വ്യക്തമായിട്ട് സെക്ഷനിൽ ക്ലോസിൽ പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് സച്ച് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് occurs otherwise than a permanent retail location to the consumers. It's very, very important. ആ സെയിൽ എവിടെ നടക്കണം? അവിടെ നടക്കുന്നത് പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ, പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ടു കൺസ്യൂമേഴ്സ്. അവിടെ വെച്ച് നടത്താൻ പാടില്ല. മനസ്സിലായോ? Provided that such a sale of goods or services occurs otherwise than a permanent retail location to the consumers. എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് കൺസ്യൂമേഴ്സ് വന്ന് സാധനങ്ങൾ വാങ്ങുന്ന പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻസ്, അതായത് ഷോപ്പുകൾ, സാധാരണ ഷോപ്പുകൾ, സിമ്പിൾ ആയിട്ട് പറഞ്ഞ സാധാരണ കടകൾ. അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും നെറ്റ്വർക്ക് ബിസിനസ്സിൽ ജോയിൻ ചെയ്യും, ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ജോയിൻ ചെയ്യും, എന്നിട്ട് അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങും, എന്നിട്ട് അവർ നടത്തുന്ന കടയിൽ കൂടെ കൊണ്ടുവയ്ക്കും. അത് പറ്റില്ല. സച്ച് സെയിൽസ് എവിടെ നടക്കണം? അതർ ദാൻ പാടില്ല. എവിടെ പാടില്ല? പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ടു ദ കൺസ്യൂമേഴ്സ്. അവിടെ വെച്ച് വിൽക്കാൻ പാടില്ല. അത് ഇല്ലീഗലാണ്. ദിസ് ഈസ് ഇല്ലീഗൽ. അപ്പൊ എവിടെ വെച്ചാ വിൽക്കേണ്ടത്? ജനറലി ഒക്കേഴ്സ് എവിടെ വെച്ചോളാം? ഇൻ ദർ ഹൗസസ് or at their workplace or by demonstration and expression at a particular place. ഈ സ്ഥലത്തിൽ കൂടെ മാത്രമേ നെറ്റ്വർക്കിൽ കൂടെയുള്ള പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റൂ. വേറെ നമുക്ക് വിൽക്കാൻ പാടില്ല. അതായത് പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ടു ദ കൺസ്യൂമേഴ്സ്. സാധാരണ കൺസ്യൂമേഴ്സ് വരുന്ന ഏതെങ്കിലും പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ആണെങ്കിൽ അവിടെ വെച്ച് വിൽക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ സാധാരണ വിൽക്കേണ്ട സ്ഥലം ഒന്ന് അവരുടെ വീട്ടിൽ വെച്ച് ചെയ്യാം, അവരുടെ വർക്ക് പ്ലേസിൽ നടത്തി ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഡെമോൺസ്ട്രേഷൻ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം വിൽക്കാം. ഇതിൽ കൂടെ മാത്രമേ ഡയറക്ട് സെല്ലിംഗിൽ കൂടെ പ്രോഡക്റ്റ് വിൽക്കാൻ പാടുള്ളൂ. ഇനി ഇതൊന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. എന്താ ബാൻ ചെയ്തിരിക്കുന്നത്? പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ. അപ്പൊ ഇത് ടെമ്പററി ആണെങ്കിലോ? ടെമ്പററി റീറ്റെയിൽ ലൊക്കേഷൻ വിൽക്കാൻ പറ്റുമോ? പറ്റും. ടെമ്പററി റീറ്റെയിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ ഒരു പെരുന്നാള്, അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉത്സവത്തിന് പോയി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനറൽ എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ പോയി, അവിടുത്തെ ഷെഡുകൾ പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. ടെമ്പററി റീറ്റെയിൽ ലൊക്കേഷൻ ആണ്. അവിടെ സാധനങ്ങൾ വരും, ആൾക്കാർ കാണും, വാങ്ങും. ടെമ്പററി റീറ്റെയിൽ ലൊക്കേഷൻ അവിടെ സാധാരണ കൺസ്യൂമേഴ്സ് വരും, പ്രശ്നമില്ല. അപ്പം ടെമ്പററി റീറ്റെയിൽ ലൊക്കേഷൻ കൺസ്യൂമേഴ്സ് ഈസ് പെർമിറ്റഡ്, വിൽക്കാൻ പറ്റും, നോ പ്രോബ്ലം. ഇനി പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ആക്കെ ബാങ്കിനെ കൺസ്യൂമേഴ്സ്. ഇനി പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലോ? Permitted. You got the point? അത് പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഒരു കമ്പനിക്ക് അവരുടെ ഷോറൂം ഉണ്ട്, ആ ഷോറൂമിലാണ് ആൾക്കാർ വാങ്ങുന്നത്, ആ പെർമനന്റ് ആണ്, പക്ക ബിൽഡിംഗ് കാര്യങ്ങളാണ്, ഓഫീസ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അവിടെ അവർ വെച്ച് വിൽക്കുന്നു. അത് ബാൻ ചെയ്തിട്ടില്ല. അതിപ്പോ എന്താണ്? പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ടു ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അസോസിയേറ്റ്സ്, അതല്ലെങ്കിൽ പറഞ്ഞ ഡയറക്ട് സെല്ലേഴ്സ് ആണ്. ദാറ്റ് ഈസ് പെർമിറ്റഡ്. ഏതാ ബാൻ ചെയ്തിരിക്കുന്നത്? പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷൻ ടു ദ കൺസ്യൂമേഴ്സ്. സാധാരണ ആൾക്കാർ നമ്മുടെ ജനറൽ ഷോപ്പിൽ വരുന്നു, സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ട് ഈ സാധനങ്ങൾ മിക്സ് ചെയ്ത് വെക്കുന്നു. ദാറ്റ് ഈസ് ബാൻ. ഇത് ടാക്സ് അതോറിറ്റീസിന് കയറിയിട്ട് നടപടി എടുക്കാൻ പറ്റും. ആ ഡയറക്ട് സെല്ലിംഗ് അല്ല. അദ്ദേഹം ചെയ്യുന്ന വിൽപ്പന ഡയറക്ട് സെല്ലിംഗിന്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഒരു എക്സിബിഷൻ ഗ്രൗണ്ടിൽ പോയി, അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നോ പ്രോബ്ലം. അത് ടെമ്പററി റീറ്റെയിൽ ലൊക്കേഷൻ ആണ്. പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷനിൽ കൂടെ വിൽക്കാൻ പാടില്ല. ഇനി പെർമനന്റ് റീറ്റെയിൽ ലൊക്കേഷനിൽ ഡയറക്ട് സെല്ലേഴ്സിന് മാത്രമായി വിൽക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് പെർമിറ്റഡ്. ഇത്രയും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി എവിടെയൊക്കെ സാധാരണ വിൽക്കുന്നത്, വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇനി എവിടെയൊക്കെ വിൽക്കാം,
ഹൗസസ്, വീടുകളിൽ ഡയറക്ട് സെല്ലറെ വീട്ടിൽ വെക്കാം. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് സെപ്പറേറ്റ് എന്താ കമ്പനിയുടെ ലൈസൻസ് കാര്യങ്ങൾ മതി. അതിന് സെപ്പറേറ്റ് ലൈസൻസ് കാര്യങ്ങൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഡയറക്ട് സെല്ലർ ഈസ് പെർമിറ്റഡ് ടു സെൽ ഹിസ് പ്രോഡക്ട്സ് ഇൻ ദർ ഹൗസസ്. അവരുടെ വീടുകളിൽ വെച്ചിട്ട് അവർ ജോയിൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്രോഡക്റ്റ് വിൽക്കാം. അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും ജോലി സ്ഥലത്ത് പോകുമ്പോൾ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വിൽക്കാം. അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു എക്സിബിഷൻ, അവർ പർട്ടിക്കുലർ പ്ലേസിൽ അവർ ഡെമോ കാണിച്ച് അതിനെപ്പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾ ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ പ്ലേസ്. അപ്പം നമ്മൾ ഇന്ന് കണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് പിരമിഡ് സിസ്റ്റവും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ഏതെല്ലാം മേഖലയിലാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് വർക്ക് ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാക്കി. അത് പ്രൈസസ് മണി സർക്കുലർ സ്കീം ബാനിങ് ആക്ട് മണി സർക്കുലർ സ്കീമിൽ വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കി. അത് ജനറലി വിൽക്കാൻ പറ്റുന്ന കടകൾ, സ്ഥലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി. ഏതെല്ലാം സ്ഥലങ്ങളിൽ വിൽക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. എന്താണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ക്ലോസ് 1 സബ് ക്ലോസ് 5 ആണ് അതിനെപ്പറ്റി ഡീൽ ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം, അതിനെപ്പറ്റി വായിച്ചു നോക്കണം. എവിടെയാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടെ ചെയ്യുന്ന ബിസിനസ്സുകൾ സംരക്ഷണമുണ്ട്. നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടെ അല്ലാതെ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വിറ്റു എന്നുള്ളതല്ല, എങ്ങനെ വിറ്റു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അനുവദനീയമായിട്ടുള്ള രീതി നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗിൽ കൂടെയുള്ള വിൽപ്പനകളാണ്. അല്ലാത്ത എല്ലാ രീതികളും പിരമിഡായിട്ട് കാണാം. അപ്പൊ നെറ്റ്വർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഉള്ളതിനെ പറ്റി നമ്മൾ പഠിക്കും. ഇനി ആരായിട്ടാണ് നമ്മൾ ഈ കമ്പനി എങ്ങനെയായിരിക്കണം, ഡയറക്ട് സെല്ലിംഗ് എൻറ്റിറ്റി എന്തായിരിക്കണം, ഈ 2 ഡെഫിനിഷൻസ് ആണ് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ താല്പര്യമായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ അതിനുള്ളിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ അറിയിക്കണം. അത് പോസിറ്റീവ് ആണെന്ന് പാടില്ല, നെഗറ്റീവ് ആണെന്ന് പാടില്ല. ഇവിടെ നമ്മൾ ആ കമന്റ്സിനെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്മൾ യൂട്യൂബ് വാച്ച് ചെയ്യുന്ന വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ചാനൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ സാധാരണക്കാർക്ക് ഈ വലിയൊരു ഇൻഡസ്ട്രിയുടെ നിയമവശങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ഭാഷയിൽ അവരോട് സംവദിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിൻ ലക്ഷ്യം. ഇതിനുള്ളിൽ ലീഗൽ എക്സ്പേർട്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഈ ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് വളരെ വളരെ വാല്യുബിൾ ആണ്. നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രോജക്റ്റിൽ നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് കിട്ടുന്നത് നിങ്ങളുടെ ലൈക്കിനെ ആശ്രയിച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരെ ശക്തമായ ഒരു ഇൻഡസ്ട്രിയാണ്. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ധാരാളം കള്ളനാണയങ്ങളുണ്ട്. ഈ കള്ളനാണയങ്ങളെ നമുക്ക് ഒരു പോലീസുകാർക്കോ ഗവൺമെന്റിനോ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൊതുജനങ്ങൾ ഇതിന്റെ നിയമവശങ്ങളെ പറ്റി അറിവുള്ളവരായി മാറിക്കഴിഞ്ഞാൽ ഈ കള്ളനാണയങ്ങളെ മാറ്റാൻ കഴിയും. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നവൻ നിങ്ങൾ ഏത് കമ്പനിയാളും നല്ല കമ്പനി ചെയ്യാം. നല്ല നിയമാനുശാസിക്കുന്ന ധാരാളം കമ്പനികളുണ്ട് ഇവിടെ. അതിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, എന്നിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധാരണക്കാരന് ഒരു വേദിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് സമൂഹത്തിൽ ധാരാളം ആൾക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കും, പഠിക്കും. വലിയൊരു ഇൻഡസ്ട്രി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. വലിയൊരു ഇൻഡസ്ട്രിയുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഇമേജിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാ ആൾക്കാരും കൂടെ നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈ കാലഘട്ടത്തിൽ വലിയ ഒരു സൊല്യൂഷനാണ് സാധാരണക്കാരുടെ പല പ്രശ്നങ്ങൾക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.